നല്ല ലസ്സി എവിടെ കിട്ടുമെന്ന് ബംഗളൂരുവിൽ വന്ന് ചോദിച്ചാൽ 52 വർഷമായി നഗരവാസികൾക്ക് ഒരു ഉത്തരമേയുള്ളൂ: ശ്രീരാജ് ലസ്സി ബാർ. ബംഗളൂരുവിലെ ഈ ലസ്സി പ്രേമത്തിന്റെ ചരിത്രം മാഹിക്കടുത്തുള്ള അഴിയൂരുമായി കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. തെരുവിൽ സൈക്കിളിൽ കുൽഫി വിറ്റ് നടന്ന അബ്ദുറഹ്മാൻ എന്ന മനുഷ്യൻ ശ്രീരാജ് ലസ്സി ബാർ എന്ന ബ്രാൻഡായി മാറിയ കഥ പറയും നദീറ. തൈരിൽ മധുരം കലർത്തിയുണ്ടാക്കുന്ന ഒരു പാനീയം. അത് മുൻപേ ബംഗളൂരുവിന് പരിചയമില്ലായിരുന്നു. ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ പറയുന്ന പാനീയം, അതായത് ലസ്സി, എവിടെയും അവൈലബിൾ ആണ്. പക്ഷേ ബംഗളൂരുവിന് ആദ്യമായി ലസ്സി എന്ന് പറയുന്ന പാനീയം പരിചയപ്പെടുത്തിയത് ഒരു മലയാളിയാണ് കേട്ടോ. പണ്ടാണ്. അന്ന് പഞ്ചാബിലും ബോംബെയിലുമൊക്കെ ലസ്സിയും കുൽഫിയും പ്രചാരത്തിലുള്ളൂ. മാഹിക്കടുത്തുള്ള അഴിയൂരിൽ നിന്ന് തൊഴിൽ തേടി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അലഞ്ഞ അബ്ദുറഹ്മാൻ ആ രുചിക്കൂട്ടുകൾ നാവിലും മനസ്സിലും സൂക്ഷിച്ചു. അലച്ചിലിനൊടുവിൽ അന്നത്തെ ബാംഗ്ലൂരിൽ എത്തിപ്പെട്ടപ്പോൾ ആ രുചിക്കൂട്ട് ഈ മഹാനഗരത്തിന് പരിചയപ്പെടുത്താൻ സൈക്കിളിൽ കുൽഫിയുമായി ഇറങ്ങി. കുൽഫി ക്ലച്ച് പിടിച്ചതോടെ ലസ്സി എന്ന പാനീയവും ബംഗളൂരുകാരുടെ നാവിലേക്കും മനസ്സിലേക്കും അബ്ദുറഹ്മാൻ പകർന്നു നൽകി. സൈക്കിളിൽ വിൽപ്പന അവസാനിപ്പിച്ച് ഒരു കട തുറന്ന് പ്രവർത്തിക്കാൻ ആലോചനയായി. മാഹിയിലെ കൂട്ടുകാരൻ സുകുമാരനോട് ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറാൻ പറഞ്ഞു. ഇരുവരും ചേർന്ന് ഇടം തപ്പി. കസ്തൂർബ റോഡിലെ ശ്രീരാജ് ഹോട്ടൽ ഉടമയോട് സ്ഥലം ചോദിച്ചു. അവർ ഒറ്റ ഉപാധിയെ മുന്നോട്ട് വെച്ചുള്ളൂ: കട തരാം, പക്ഷേ ഞങ്ങളുടെ ഹോട്ടലിന്റെ അതേ പേരിടണം. അങ്ങനെ 1973 ശ്രീരാജ് ലസ്സി ബാർ എന്ന സ്ഥാപനം ജനിച്ചു. കഥ പറയാൻ അബ്ദുറഹ്മാൻ ഇന്നില്ല. അബ്ദുറഹ്മാന്റെ ഒക്കച്ചങ്ങായി സുകുമാരൻ പറയും അന്ന് വിളമ്പിയ രുചി ബംഗളൂരു ഏറ്റെടുത്ത കഥ. 50 പൈസ കുൽഫീൻ്റെ റേറ്റ് ആയിരുന്നു. ₹1.25 ലസ്സി എത്തിക്കണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം ബോർഡ് വെക്കും. ഒരു മാസം മുമ്പേ ഇങ്ങനെ ലസ്സിൻ്റെ റേറ്റ് ജാസ്തിയാക്കാൻ പോകുന്നു. കസ്റ്റമറെല്ലാം എഗ്രി ചെയ്യുന്നു. ചില കസ്റ്റമർ അതിനെ എതിർക്കും. ലാഭം ഞങ്ങൾ ടേസ്റ്റ്, ജനങ്ങളെ സാറ്റിസ്ഫാക്ഷനാണ് ഞങ്ങൾക്ക് മുഖ്യമായിട്ടുണ്ടായിരുന്നത്. കുൽഫിയും ലസ്സിയും പരീക്ഷണങ്ങളിലൂടെ പുതുരുചികൾ ആർജിച്ചു. കാലത്തിനൊത്ത് മുഖമിനുക്കി മെനു പരിഷ്കരിച്ച് ശ്രീരാജ് ലസ്സി ബാർ മധുരപ്രിയരുടെ ഇഷ്ട ഇടമായി മാറി. ഫലൂദയും മറ്റു ശീതളപാനീയ ഇനങ്ങളും മെനുവിൽ കയറിക്കൂടി. ഒരു 15-20 വർഷമായിട്ട് ഇവിടെ വരാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. ഒത്തിരി വെറൈറ്റി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. लस्सी अभी अच्छा है, बेहतरीन है. लस्सी पिया है, टेस्ट सभी अच्छा है. നമ്മളൊക്കെ കാണാറുണ്ട്, ബസ് സ്റ്റോപ്പിലൊക്കെ വരുമ്പോൾ ആൾക്കാർ ഇവിടെ നിറഞ്ഞിരിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് കയറി കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ലസ്സി ആയിരുന്നു. അവിടുന്ന് തുടങ്ങിയതാണ് എൻ്റെ ഈ ജേർണി. എന്നിവിടെ വരുന്നിട്ട് പോകുന്നത്. അബ്ദുറഹ്മാന്റെ മരണശേഷം 3 മക്കൾ ബിസിനസ് ഏറ്റെടുത്ത് വിപുലീകരിച്ചു. അവരുടെ വാപ്പയുടെ ചങ്ങാതി സുകുമാരൻ നെടുന്തൂണായി നിലകൊണ്ട് മാർഗനിർദ്ദേശം നൽകി. ഇന്ന് ബംഗളൂരുവിൽ 13 ഇടങ്ങളിലും UAEയിലും ശ്രീരാജ് ലസ്സി ബാർ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നു. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ചേർന്നാൽ എങ്ങനെ ആർക്കും ഒരു ലോകോത്തര ബ്രാൻഡായി മാറാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ, ഇൻ റിപ്പോർട്ടർ ബംഗളൂരു. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് മറുനാട്ടിൽ പോയി വിജയം കൊയ്യുന്നവർ, നാട്ടിൽ തന്നെ വിജയം കൊയ്യുന്നവർ, അങ്ങനെയുള്ള സംരംഭകരുടെ കഥകളും ഉണ്ടാകും ഇനി മുതൽ നമ്മുടെ സായാഹ്ന വാർത്താ